ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് താഴെ വന്നിട്ടുള്ളത് ഡെത്ത് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഒരു വലിയ സങ്കടത്തിൽ നിന്നും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് മനസ്സിന് പൂർണ്ണ സമാധാനവും പുതിയൊരു തുടക്കവും നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളെ അലട്ടിയിരുന്ന വിഷമങ്ങളും ചിന്തകളും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കൂടുതൽ ശാന്തമാകും. മുൻപത്തേക്കാൾ നന്നായിട്ട് സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മറ്റൊരു നല്ല വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. അതായത് നിങ്ങൾക്ക് ചില അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ജോലി അവസരങ്ങളാകാം, അല്ലെങ്കിൽ ഒരു യാത്ര പോകാനുള്ള അവസരമാകാം. അങ്ങനെ എന്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ട ആ ഒരു അവസരത്തിനേക്കാൾ മറ്റൊരു വലിയ അവസരം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വന്തം വികാരങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ സ്വന്തം മനസ്സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷങ്ങൾക്കും നിങ്ങൾ മുൻഗണന നൽകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്പിരിച്വൽ റീബർത്ത് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അൺകണ്ടീഷണൽ ലവ് ഈ സമയം തോന്നി തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം മനസ്സിനോടും നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവരോടും അളവറ്റ സ്നേഹവും അനുകമ്പയും കാണിക്കാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് പോലും ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ വരും എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദവും ആ ഒരു ആറാം ഇന്ദ്രിയവും കൂടുതൽ ശക്തമാകും. അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ വഴി നടത്തും. നിങ്ങളുടെ മനസ്സും ഹൃദയവും സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്നും, അത് ആരുമാകാം, ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിയാകാം, അങ്ങനെ മറ്റാരുമാകാം. അപ്പോൾ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധാരണ വന്ന പിണക്കത്തിലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നു എന്ന് കാണുന്നുണ്ട്. അവരിൽ നിന്ന് അളവറ്റ സ്നേഹവും ആ ഒരു പരിഗണനയും ആ ഒരു പരിചരണവും നിങ്ങൾക്ക് ലഭിക്കാനും തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടത് നൽകാനും ഒക്കെ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പിണക്കങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിള്ളലുകളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പിണക്കങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങളുടെ ബന്ധം അത് കൂടുതൽ സ്ട്രോങ് ആകും എന്നുള്ളതാണ്. പരസ്പര സ്നേഹവും അടുപ്പവും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം ആരെങ്കിലും അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ
ആ വ്യക്തി നിങ്ങളിലേക്ക് ഈ ഒരു സമയം ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം അവരിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് അവഗണിക്കാതെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇമോഷണലി നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണ് ഇതെന്നും കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഹീലാകുന്ന ഒരു സമയം കൂടിയാണ്. അതായത് റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ആയിരുന്നു എങ്കിലോ അതൊക്കെ പെട്ടെന്ന് ഇവിടെ ഹീലാകും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സന്തോഷങ്ങളും ആഘോഷവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു യാത്ര ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആകാം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾക്ക് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഈ ഒരു സമയം വന്നെത്തും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ബന്ധങ്ങളിലും വളരെ വലിയ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വന്നിട്ടുള്ളൊരു നേട്ടം അത് ആഘോഷിക്കുന്ന ഒരു സമയമാകാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ വീട് വയ്ക്കുന്നതാകാം, നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാകാം. ഇത് കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ വീട് വയ്ക്കുന്ന ഒരു എനർജി ഉണ്ട്, വീടിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഇത് ഒരുപക്ഷെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു വീട് പണിയൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നതുമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവാഹ ആലോചന നിങ്ങൾക്ക് വരുന്നതാകാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ നിങ്ങളുടെ തന്നെ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചതോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോയതോ ഒക്കെയായ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ നിങ്ങൾ കാണാതിരിക്കുന്നു എന്ന് മാത്രമാണ്. ഒരുപാട് തരത്തിലുള്ള പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഇതിൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമായ ആൾക്കാർ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു നന്മകളിൽ കൂടി ഒന്ന് നോക്കാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ല, അപ്പോൾ അതിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് ഇവിടെ ഒരു 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സൈക്കിൾ എൻഡായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വീണുപോയൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാപ്പിലാക്കപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആരോ നിങ്ങളെ അത്തരത്തിൽ മാനസികമായി തകർത്ത് നിങ്ങളെ മാനസികമായി തളർത്തിയ ഒരു സാഹചര്യം കാണുന്നുണ്ട്. കുറേ ജോലി ഭാരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിത ഭാരങ്ങളും കുറേ ചതിയും വഞ്ചനയും ഒക്കെ കൊണ്ട് നിങ്ങൾക്കൊന്ന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീണുപോയൊരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥ പൂർണ്ണമായും എൻഡായി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു കഠിനമായിട്ടുള്ളൊരു കാലഘട്ടം അവസാനിച്ച് നിങ്ങളൊന്ന് പുറത്തിറങ്ങിയ ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില അവസരങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ഓവർ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും മോശമായ ഒരു സാഹചര്യം കഴിഞ്ഞു പോയി എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റാതിരുന്നൊരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും സത്യസന്ധരായിരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളായിരിക്കണമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റിക്കളയണം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരോടും തുറന്നു പറയാതിരിക്കുക. രഹസ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ ആ ഒരു പ്ലാനിങ് അത് നമ്മൾ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു, ഇതൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുന്ന ആളുകളോടോ അങ്ങനെ എല്ലാ ആൾക്കാരോടും നമ്മുടെ ആ ഒരു പ്ലാനിങ്ങുകളൊന്നും തന്നെ തുറന്നു പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് മാത്രം ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ഒന്നും ചെയ്യാതിരിക്കുക. മാത്രമല്ല എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇപ്പോൾ അതായത് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യത്തിൽ മറ്റൊരാളിൻ്റെ നിർബന്ധം കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്നൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആരുടെയും ബുദ്ധി കടമെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം ബുദ്ധി മാത്രം ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുക. സത്യം തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഈ സമയം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പുറത്തു പറയാതിരിക്കുക എന്നാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ, അതുപോലെ സ്പിരിച്വൽ ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളോടും നിങ്ങൾ ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ എനർജി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തടത്ത് നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ പോകാതിരിക്കുക. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ അസാധാരണമായ ആ ഒരു സർവൈവൽ കപ്പാസിറ്റി, ആ ഒരു അതിജീവന ശേഷി ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവിടെ തളരാതെ നിൽക്കാനുള്ള ആത്മവിശ്വാസവും ആ ഒരു മാനസിക ശക്തിയും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അധ്വാനിച്ച് നേടിയെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ പടുത്തുയർത്തിയ കാര്യങ്ങൾ സംരക്ഷിക്കണം എന്ന ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം സംരക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ ഏറെ നാളത്തെ ആ ഒരു അധ്വാനത്തിന് ഫലം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ഷീണിച്ച് തളർന്നൊരു അവസ്ഥയിലിരിക്കുന്ന ആ ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ തോറ്റിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പൊരുതി മുന്നേറാൻ തീർച്ചയായിട്ടും ഇനിയും തയ്യാറായി നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറി തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ആര് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, കാരണം ഇവിടെ 7 ഓഫ് സോർഡ്സ് കൂടി വന്നതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ചീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആര് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവിടെ നിങ്ങൾക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്നും ലഭിച്ച ആ ഒരു അറിവ്, ചിലപ്പോൾ ചില പാഠങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. അത് തീർച്ചയായിട്ടും തെറ്റായ വഴികളിൽ വീഴാതെ നിങ്ങളെ കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള തടസ്സങ്ങളെയോ വെല്ലുവിളികളെയോ നേരിടാൻ ഈ ഒരു സമയം നിങ്ങൾ ഫുള്ളി പ്രിപ്പേർഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈനിൽ നിന്നും ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന എന്തെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ഒരു ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം.
അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളതിന് ശ്രമിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ സോള് തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ അത് നിങ്ങൾ വെറും തോന്നലുകളാക്കി അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ വളർത്തണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് അത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും എന്നും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി അത് വളരെ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ശക്തിയാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തി വേണം. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ ഫെമിനിയൻ എനർജി ഒന്ന് ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പുതിയൊരു വേർഷനിലേക്ക് മാറി തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഓൾഡ് വേർഷൻ പൂർണ്ണമായും ഇല്ലാതായി പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങളെ നിങ്ങൾ ലെറ്റ് ഇൻ ഗോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് യാതൊരു ഗുണവും നേടിത്തരാത്ത പഴയ ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു പഴയ ശീലങ്ങൾ അല്ലെങ്കിൽ പഴയ ബന്ധങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആത്മീയ ഉണർവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഇത് നിങ്ങൾക്ക് പുറമേയുള്ള മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടിലും ആ ഒരു ചിന്താഗതിയിലും ഒക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് ആരാണ് നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ ആ ഒരു വ്യക്തതയും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തികച്ചും പുതിയതും ശക്തവുമായ കൂടുതൽ സന്തോഷവുമുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ മാറി തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചാപ്റ്റർ പൂർണ്ണമായി അടഞ്ഞ് അതിനേക്കാൾ വളരെ മനോഹരമായ പുതിയൊരു അധ്യായം നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്ക് ഫുള്ളി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പഴയതിനേക്കാട്ടിലും നിങ്ങൾക്ക് ഒരുപാട് ആത്മീയ ഉണർവും അതുപോലെ സന്തോഷവും ഉള്ള ഒരു വ്യക്തിയായി തീരാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കൂടുതലും നമ്മൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉറക്കമില്ലാതിരുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് ഞാൻ പോകുന്ന വഴി ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാവാം. അപ്പോൾ എന്താണെങ്കിൽ പോലും ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് പേരും ഓവർ തിങ്ക് ചെയ്തൊരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഈ സമയം നിങ്ങളത് വിട്ട് കളയണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ വിട്ടേക്കുക. അത് വെറും ഭയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മളുടെ മനസ്സ് നമ്മളെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിലുള്ള ആ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത പ്രശ്നങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ആശങ്കയാണ് ഇതിനെ കൂടുതലായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിൽ നിങ്ങൾ ഒരുപക്ഷെ ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ചില ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വപ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളോ അല്ലെങ്കിൽ പാസ്റ്റിലെ ആ ഒരു ട്രോമയോ ഒക്കെ ആകാം. അത് സ്വപ്നങ്ങളായിട്ട് നമ്മളിലേക്ക് വരാം. അപ്പോൾ ഉള്ളിലുള്ള ആശങ്കകളാണ്
നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. നിങ്ങളിൽ എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളോ ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീല് ചെയ്ത് കളയണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. നിങ്ങളൊരു ഹീലറാണ്, അങ്ങനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഹീലായി തുടങ്ങുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു ട്രാപ്പിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം അതുണ്ടാക്കിയതോ അങ്ങനെയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരത് ഉണ്ടാക്കി തന്നതോ അങ്ങനെയായിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നേ ഇല്ല എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നുണ്ടാവാം, ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്ന എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതിരുന്നൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റാച്ച് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും ഇവരെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവരില്ലാതെ എനിക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ച് നമ്മൾ അവരിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എപ്പോഴും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സോളിൻ്റെ ആ ഒരു ആഗ്രഹം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇവരാണ് നമ്മുടെ ലോകം, ഇവരില്ലാതെ എനിക്കൊന്നും പറ്റൂല, ഇവരുണ്ടെങ്കിലേ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ അവരും കൂടെ ചേർന്നതാണ് നമ്മുടെ ലോകമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചൊരു കാര്യം അത് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ട്രാപ്പിലൊക്കെ പെട്ടുപോയ അല്ലെങ്കിൽ മറികടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പെട്ടുപോയവർക്ക് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടിത്തുടങ്ങുന്നു എന്നാണ്. അതാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി പറയുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് തന്നെ ഇൻഡ്യൂഷനായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പലതും തിരിച്ചറിഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിത്തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സമ്പാദ്യവും സമയവും അതുപോലെ എനർജി ഇതെല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും ആവശ്യമില്ലാതെ പണം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി സാമ്പത്തികമായിട്ട് നല്ലൊരു സുരക്ഷിതത്വവും വളർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ അതായത് ജീവിതത്തിൽ ഇനി എന്തു വേണം എന്നതിനെക്കുറിച്ച് യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാതെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതായത് ആർക്കൊക്കെ നിങ്ങളുടെ സമയവും പണവും നൽകണം എന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വ്യക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് പണവും സമയവും വെറുതെ കളയാതെ ബുദ്ധിപൂർവം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ഭാരമാകാത്ത രീതിയിൽ ആർക്കെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം ഒന്നിലധികം കാര്യങ്ങളെ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മാറാനും അതിനൊത്ത് പൊരുത്തപ്പെടാനും തീർച്ചയായിട്ടും നിങ്ങൾ
തയ്യാറാവണം എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഊർജവും സമയവും എവിടെ ചിലവഴിക്കണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്ത് പ്രതിസന്ധി വന്നാൽ പോലും അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു ഓർഗനൈസേഷൻ സ്കില്ല് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനുള്ള ആ ഒരു ശേഷി നിങ്ങൾക്ക് വരും. അതായത് നിങ്ങളുടെ വരുമാനവും ചെലവും അത് തമ്മിൽ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനും കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തെളിയുമെന്നും ഇവിടെ കാണുന്നുണ്ട്. അത്തരത്തിൽ തെളിഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന വലിയ മാറ്റങ്ങളെ, അല്ലെങ്കിൽ അത് എന്തു തന്നെയാണെങ്കിൽ പോലും അതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള ആ ഒരു മനോധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. കാരണം ഇവിടെ 3 ഓഫ് കപ്സും അതുപോലെ 4 ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ സമയം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു വേദനകളൊക്കെ മാറി നിങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. അതായത് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആകാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ളൊരു പാർട്ടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇതൊരു ഓഫീസ് പാർട്ടി ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ചേരുന്ന ഒരു എനർജിയും ഉണ്ട്. മാത്രമല്ല ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാളുകളുമായിട്ടോ ഒക്കെ നിങ്ങൾ സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഒരു വൈബുമായിട്ട് ചേരുന്ന തരത്തിലുള്ള ആൾക്കാരെ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ്. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയേക്കാൾ ഏറെ നമ്മൾ വേറെ പല ആൾക്കാർക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെയോ പേരിലോ ഒക്കെ നമ്മളുടെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മുടെ കുടുംബമായിരിക്കും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു തിരിച്ചറിവ് തന്നെയാണ്. അതായത് ജീവിതത്തിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി അത് നമുക്ക് വേറൊരിടത്ത് നിന്നും ആരും തരൂല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്രയൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സൽ എനർജി തീർച്ചയായിട്ടും സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ സോൾ ലെവല് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ചില ആളുകൾക്ക് സോളിൻ്റെ ആ ഒരു പ്രസൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.